കോട്ടയത്ത് ബി.ജെ.പി. വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന CPM സ്ഥാനാർത്ഥി കെ അനിൽകുമാറിന്റെ പ്രസ്താവന തള്ളുകയാണ് ബി.ജെ.പി. വോട്ട് കണ്ട് അനിൽകുമാർ പനിക്കേണ്ടെന്നാണ് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ന്യൂസ് 18 പറഞ്ഞത്. അനിൽകുമാറിന് ആരെയും കേൾക്കുന്ന സ്വഭാവമില്ല. ചാനൽ ചർച്ചയിൽ പോയി വളവളാന്ന് സംസാരിക്കുന്ന രീതി മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തോന്നലുകൾ വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ലിജിൻ ലാൽ അവകാശപ്പെട്ടു. കോട്ടയത്ത് ബി.ജെ.പി. വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് കെ അനിൽകുമാർ, CPM സ്ഥാനാർത്ഥി കെ അനിൽകുമാർ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്താണ് ബി.ജെ.പി. നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ബി.ജെ.പിയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലാണ് എനിക്കൊപ്പം ചേരുന്നത്. ബി.ജെ.പി. വോട്ട് CPM-ന് കൊടുക്കാൻ തീരുമാനിച്ചോ? അല്ല, ബി.ജെ.പി. വോട്ട് കണ്ടുകൊണ്ട് അനിൽകുമാർ പണിക്കണ്ട. കാരണം അനിൽകുമാറിന് പറയാം ബി.ജെ.പിക്കാണ് വോട്ടുള്ളത്, ബി.ജെ.പിക്കാണ് വോട്ട് കിട്ടുക, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വോട്ടാണ് വളരാൻ പോവുക എന്നുള്ള ബോധ്യം അനിൽകുമാറിനുമുണ്ട്. ആ വോട്ട് കണ്ടുകൊണ്ട് അനിൽകുമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കണ്ട എന്നുള്ളതാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്. ബി.ജെ.പിയുടെ വോട്ട് എന്ന് പറയുന്നത് NDAയുടെ വോട്ടാണ്. ആ വോട്ട് NDAയുടെ സ്ഥാനാർത്ഥി ഇത്തവണ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിക്കുന്നത് NDA ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ NDA മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, വികസിത കേരളത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിൻ്റെ അധിനിവേശമാണ്, ബി.ജെ.പിയിലേക്ക് ഒരു അധിനിവേശം വരുന്നു. അതിനനുസരിച്ചുള്ള ദുർബലനായ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ നിർത്തി. ആ അധിനിവേശം ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം, അതായത് ബി.ജെ.പിയിലേക്ക് തിരുവഞ്ചൂർ ഒരു അധിനിവേശം നടത്തുന്നു എന്നുള്ളതാണ്. അത് ജില്ലാ നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ഫലത്തിൽ നടത്തുന്നത് തിരുവഞ്ചൂരിൻ്റെ ഇടപെടലോട് കൂടിയാണ് എന്നാണ്. നമുക്കറിയാം, കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയമാണ്. കേരളത്തിൽ 3 മുന്നണികളാണ്. അതിൽ മുന്നണികളുടെ സീറ്റ് വിഭജനം, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് മുന്നണികൾക്ക് സീറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ആ മുന്നണിയുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ്. അവരെ ഉചിതമായ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുന്നണി മര്യാദ. അതല്ലാതെ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണി വിടാൻ പോകുമെന്ന് കാണുമ്പോൾ ജില്ലാ സെക്രട്ടറിയെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ പാർട്ടിയിലെ രണ്ടാമനായി നിൽക്കുന്ന നേതാവിനെ ചാക്കിട്ട് പിടിക്കുക, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നണി എന്താണ് സംഭവം? അല്ല, അതിപ്പോൾ പാലായി പോയി അന്വേഷിച്ചാൽ മതിയല്ലോ, അറിയാമല്ലോ. ഇപ്പോൾ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അനിൽകുമാറിനെ അതൊക്കെ കൊണ്ട് കേൾപ്പിച്ച് കൊടുക്ക്. അനിൽകുമാറിന് ഈ കേൾക്കുന്ന സ്വഭാവമില്ല, പറയുന്ന സ്വഭാവമുള്ളൂ. അത് ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വളവളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അനിൽകുമാർ ഉള്ള ഒരു ജനസ്വാധീനം എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, ഒരു കാര്യം കൂടി, ഈ തിരുവഞ്ചൂരിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു, അവിടെ ബി.ജെ.പി. താഴോട്ട് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ 8000 വോട്ട് മാത്രമാണ് ബി.ജെ.പിക്ക് കിട്ടിയത്. അത്തരം സാഹചര്യമായിരിക്കും ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. അല്ല, അതിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വരുന്നത്. ഇപ്പോൾ 2016 വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 2021 വന്നപ്പോൾ ആ വോട്ട് ഷെയറിന് പല സ്ഥലത്തും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ മൊത്തം ഉണ്ടായ ഒരു പ്രതിഭാസമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതേസമയം ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് 20% വോട്ട് വർദ്ധിച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് വോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നിരവധി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഭരണം എത്തിക്കാൻ പറ്റുന്നു, മുനിസിപ്പാലിറ്റികളിലേക്ക് ഭരണം വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഇപ്പോൾ CPM-ന്റെ ഓരോ സമയത്തെയും തെരഞ്ഞെടുപ്പ് ഫലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര വോട്ടുണ്ടായിരുന്നു, അവരുടെ വോട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അവർക്ക് ഇതിന് മുമ്പ് കിട്ടിയിരുന്ന വോട്ടും അതിനുശേഷം വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞിരിക്കുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് പോയത് എന്ന് അനിൽകുമാർ പറയട്ടെ. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇത്തവണ മുന്നോട്ട് തന്നെ പോവുകയുള്ളൂ ബി.ജെ.പിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ BDJ സ്ഥാനാർത്ഥിയാണ്, എന്നിരുന്നാൽ പോലും ബി.ജെ.പി. വോട്ടുകൾ ചോരില്ല. ബി.ജെ.പി. അല്ല, NDA ആണ്. ബി.ജെ.പി. വോട്ടല്ല, NDAയുടെ വോട്ടാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് UDF-നും LDF-നും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഈ 2 മുന്നണികളും കോട്ടയത്ത്, ഇപ്പം അനിൽകുമാർ അതിൻ്റെ അകത്ത് ഒരുപാട് ബൈപ്പാസുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചതാരാണ്? അനിൽകുമാറിൻ്റെ പാർട്ടിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് കോട്ടയത്തിൻ്റെ MLA ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് കോട്ടയത്തിൻ്റെ ജനങ്ങൾക്കറിയാം. കോട്ടയത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വികസനം കൊണ്ടുവന്നിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു കഴിവ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ
പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. ശരി, എന്തായാലും കെ അനിൽകുമാർ BJP വോട്ട് കണ്ട് പനിക്കണ്ട എന്ന് ജില്ലാ അധ്യക്ഷൻ തന്നെ പറയുകയാണ്. ജില്ലാ നേതൃത്വത്തിന് അറിയാമെന്നായിരുന്നു അനിൽകുമാറിന്റെ അവകാശവാദം. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.